വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നൊക്കെ പറഞ്ഞ് സോറിയൊക്കെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിവിധ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ, കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സജീനയും ആൽബിനും തമ്മിലുള്ള ഒരു പ്രശ്നം. മൈനറായിട്ടുള്ള ഒരു കുട്ടിയെ അവൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു, അവൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നു. അത് തൻ്റെ കൂട്ടുകാരിയെ പറഞ്ഞത് സഹിക്കാനാവാതെ ആ കുട്ടിയെ വളരെ മോശമായിട്ട് പറഞ്ഞുകൊണ്ട് സജീന പല വീഡിയോയിലും പരാമർശിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു. പല വീഡിയോയിലും ആ കുട്ടിയെക്കുറിച്ച് വളരെ മോശമായിട്ട് സജീന പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ട ഒരു കാര്യമാണ്. അതിൻ്റെ ലെവൽ എക്സ്ട്രീം ആയി കഴിഞ്ഞപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും എടുത്ത് അതിനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആൽബിൻ കേസും കൊടുത്തിട്ടുണ്ടായിരുന്നു. അവസാനം എന്താണ് സംഭവിച്ചത്? എന്നോട് കുറേ പേര് ചോദിച്ചു എന്തായി കേസിൻ്റെ കാര്യമൊക്കെ എന്തായി എന്നുള്ളത്. ഭൂരിപക്ഷം ആൾക്കാർക്കും രേണുവിനെ എത്രമാത്രം വെറുക്കുന്നോ അതേപോലെ തന്നെ സജീനയോടും അത്തരത്തിലുള്ള ഒരു ഫീലിങ്സ് ആണെന്നുള്ള കാര്യം എനിക്ക് ഇന്നലത്തോടു കൂടി മനസ്സിലായി. കാരണം പലരും എനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ് അത്തരത്തിലുള്ളതാണ്. ഒരിക്കലും ഈ കേസിൽ നിന്നും ആ കുട്ടിയോട് പിന്മാറരുതെന്ന് പറയണം, ഈ കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറയണം, സജീനയ്ക്കുള്ളത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പലരും എന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി രേണുവിനെ എത്രമാത്രം വെറുക്കുന്നു, അത്രത്തോളം തന്നെ എന്തോ അതും ആയിക്കോട്ടെ. നമ്മുടെ ചാനലിൽ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ട സ്ഥിതിക്ക് അതിൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് കൂടി ഞാൻ പറയേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേസുമായിട്ട് തന്നെയാണ് ആൽബിനും ആൽബിൻ്റെ വീട്ടുകാരും പോയത്. പിന്നീട് ആ കേസ് പിൻവലിക്കേണ്ടതായിട്ട് വന്നു. മറ്റൊന്നുമല്ല, ബിഷപ്പിന്റെ കാര്യത്തിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ചേച്ചി ഇതും പറഞ്ഞ് ഞങ്ങൾ സ്റ്റേഷനിൽ പോയ സജീനയാണെങ്കിൽ അച്ഛൻ്റെ നമ്പറിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിച്ച് സംസാരിച്ച് സോറിയൊക്കെ പറഞ്ഞ് വീട്ടുകാരെ പറഞ്ഞ തെറ്റാ അതായത് എന്നൊക്കെ പറഞ്ഞ് സോറിയൊക്കെ പറഞ്ഞ് എന്നിട്ട് പറഞ്ഞ് വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യാം. ആൽബിനെ മാത്രമല്ല ആൽബിന്റെ വീട്ടുകാരെയും വളരെ മോശമായിട്ട് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. മാനസികമായിട്ട് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആൽബിൻ ഇപ്പോൾ ഒരു കേസിലേക്ക് പോകുന്ന ഒരു അവസ്ഥ വരെ എത്തിയത്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു, കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പലരുടെയും സപ്പോർട്ട്, പല യൂട്യൂബേഴ്സും പലരുടെയും സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെയാണ്. എല്ലാവരും പറയുന്ന പോലെ ഒരു പ്രശ്നം വരുമ്പോൾ ആരും ഓടിപ്പോകത്തൊന്നുമില്ല. ഒരു കേസോ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടായിട്ടൊക്കെ ഉണ്ടാകും എന്നുള്ളതിന് തെളിവാണ്. പിന്നീട് എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സജീന കാലുപിടുത്തം സജീന ഒരു തൊഴിലാക്കി മാറ്റേണ്ടതായിട്ട് വരും. കാരണം യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞു ആരെക്കുറിച്ചും എന്തും മോശം വിളിച്ചു പറഞ്ഞിട്ട് പിന്നീട് അവർ കേസ് കൊടുക്കുമ്പോൾ പോയി മാപ്പ് പറയുക, കാല് പിടിക്കുക, അതിപ്പോൾ ഒരു സ്വഭാവമായി മാറിയിരിക്കുകയാണ്. ബിഷപ്പിൻ്റെ കൈയും കാലും പിടിച്ച പോലെ ആൽബിൻ്റെ വീട്ടുകാരുടെയും കൈയും കാലും പിടിച്ച് ആ കേസ് പിൻവലിപ്പിച്ചിരിക്കുകയാണ്. സജീന മറ്റുള്ളവരുടെ മെക്കിട്ട് കയറുന്ന പോലെയല്ല ആ മൈനറായിട്ടുള്ള ഒരു കുട്ടിയുടെ മെക്കെട്ട് കയറുമ്പോൾ അത് വേറൊരു രീതിയിലേക്ക് പോകും. സാധാരണ ഒരു യൂട്യൂബേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിപിടിക്കുമ്പോഴും വഴക്കുണ്ടാക്കുമ്പോഴും കേസൊക്കെ ആയിട്ട് പോകുമ്പോഴും അതിൻ്റെതായ രീതിയുണ്ട്, കോർട്ടുണ്ട്, യൂട്യൂബേഴ്സിനായിട്ടുള്ള ഒരു കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് അതിൻ്റെതായ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന പോലെ മൈനറായിട്ടുള്ള ഒരു കുട്ടിയെ, ആ കുട്ടിയുടെ സ്വഭാവത്തെയും ഫാമിലിയെയും വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു രീതിയിലേക്ക് പോകും. സജീന അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കുടിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. കാരണം അത്രമാത്രം വലിയൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ട ഒരു സംഭവം സജീനയ്ക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കാം സജീന കൈയും കാലും പിടിച്ച് ആ പയ്യൻ്റെയും ആൽബിൻ്റെ വീട്ടുകാരുടെയും അച്ഛൻ്റെയും ഒക്കെ കൈയും കാലും പിടിച്ച് ആ കേസ് പിൻവലിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനാണ്. അതെനിക്ക് നിങ്ങളോട് പറയേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. കാരണം ഞാൻ എൻ്റെ ചാനലിലൂടെ പലരോടും ഈ ഒരു വീഡിയോനെ കുറിച്ചും ആ ഒരു സംഭവത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ, നമ്മൾ സംസാരിച്ചല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ കൺക്ലൂഷൻ എന്താണെന്നുള്ളത് നമ്മൾ പറയണമല്ലോ. അതുകൊണ്ട് പറഞ്ഞാണ് ഇപ്പോൾ ആ ഒരു കേസ് സജീന കൈയും കാലും പിടിച്ചതുകൊണ്ട് പിൻവലിച്ചിരിക്കുകയാണ് കേട്ടോ. കൈയും കാലും പിടിക്കാൻ മടിയും നാണക്കേടും ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് അത് ആവാം, ആരെ വേണമെങ്കിലും തെറി പറയാം, പിന്നെ പോയിട്ട് കൈയും കാലും പിടിക്കാം. ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം, ആ വീഡിയോ ഒക്കെ മുക്കി അവളുടെ ചാനലിൽ, സജീനയുടെ ചാനലിൽ ഇവനെക്കുറിച്ച് ഇട്ട ഒരു വീഡിയോ ഉണ്ടാവില്ല, എല്ലാം മുക്കിയിട്ടുണ്ട്. മുക്കുമല്ലോ, ഇത് എന്തൊരു ഗതികേടാണല്ലേ, എന്തൊരു അവസ്ഥ അല്ലേ. എന്നാൽ പിന്നെ നോക്കിയും കണ്ടൊക്കെ ചെയ്താൽ പോരെ. എന്തിനാണ് മറ്റുള്ളവരൊക്കെ വെറുതെ വലിച്ചിട്ടിട്ട് അവരുടെ വാലിരിക്കണം കേട്ട് പിന്നെ അവരുടെ കൈയും കാലും പിടിക്കുന്നത്. എത്രയോ ചെറിയ കുട്ടിയാണ്, ആ കുട്ടിയുടെ കാല് പിടിക്കേണ്ട ഒരു അവസ്ഥ, ഒരു ഗതികേടെന്നൊക്കെ പറഞ്ഞാൽ എന്ത് പറയാനാ. അതൊക്കെ ഓരോരുത്തരുടെ നാവിൻ്റെ ഗുണം കൊണ്ടാണല്ലേ. അപ്പോൾ ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഇതെന്താണ് എന്നുള്ളത് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയണം തോന്നി. അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നത് കൊണ്ടും അപ്പോൾ അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും എന്താണെന്നുള്ളത്. ഇതാണ് സംഭവം. കാല് പിടിച്ചത് കൊണ്ട് അവൻ്റെ വീട്ടുകാർ, ആൽബിൻ്റെ വീട്ടുകാരും അത് ക്ഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും